അപ്പം ഈ ചലഞ്ചിന്റെ പേരാണ് സ്റ്റോറി കണ്ടിന്യൂഷൻ ചലഞ്ച്. എവിടെ ഏത് നാട്ടിലായിരുന്നു പറഞ്ഞാൽ പോയത്? ഗൾഫ്. ഇന്ന് അവസാനം മരുഭൂമിയിലെ ഒട്ടകത്തിന്റെ കറക്കണ ജോലി. വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജലദേവത ഒരു ഗോൾഡ് കത്തി എടുത്തുകൊണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ചലഞ്ചിന്റെ പേരാണ് സ്റ്റോറി കണ്ടിന്യൂഷൻ ചലഞ്ച്. അപ്പം ഈ ചലഞ്ചിൽ ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. അപ്പം എന്താണ് ചലഞ്ച് എന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ഗൈസ്. അപ്പം ഞങ്ങള് ഇതില് ഒരാള് ഒരു സ്റ്റോറിന്റെ തുടക്കം കുറിക്കും. ആ തുടക്കത്തിൽ നിന്ന് നമ്മള് ഓരോ കഥ ഇങ്ങനെ പറയണം. ഇപ്പം അർജുമന് ഒരു തുടക്കം പറഞ്ഞു, അതിന്റെ ബാക്കി ദേമോട് പറയും, അതിന്റെ ബാക്കി ഞാൻ പറയും, അതിന്റെ ബാക്കി അമ്മ പറയും. അങ്ങനെ 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ കഥ 3 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ആ കഥ തീർക്കണം. ഈ കഥ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് അറിയില്ല. അതെ, എന്താ കഥ എന്ന് അറിയില്ല. നമുക്ക് ടോപ്പിക് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ പറയണം, വേഗം പറയണം. അപ്പം ഒരാൾക്ക് ഒരു സെന്റൻസ് പറയാൻ 5 സെക്കൻഡ് ആണ് ഉള്ളത്. വായിൽ എന്താണ് കിട്ടുന്നത് അത് നേരെ അങ്ങോട്ട് പറയണം. അതാണ് സംഭവം. പിന്നെ അവർ കഥയാക്കുക. അതെ, അതൊരു കഥയാക്കുക. അപ്പൊ നമുക്ക് നേരെ എവിടെയെങ്കിലും പോവാം. അപ്പം നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഈ അറ്റത്ത് നിന്നാണ് തുടങ്ങുന്നത്, അമ്മയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ടൈമർ സെറ്റ് അല്ലേ? ടൈമർ സെറ്റ് ആണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരിടത്തെടുത്ത് ഒരു കാട്ടില് ഒരു വലിയൊരു ആന ഉണ്ടായിരുന്നു. ആ ആന വളരെ ശല്യക്കാരനായിരുന്നു. ആ ആന പെട്ടെന്ന് ഉത്സവ പറമ്പിക്ക് ഈ സംഭവങ്ങൾ മറിച്ചിടാൻ ഇറങ്ങി. അപ്പം ആ ആന എല്ലാരും കൊന്നു കുഴിച്ചിട്ടു. കുഴിച്ചിട്ട് ആൾക്കാർ 5 ദിവസമായപ്പോ 5 ആൾക്കാർ 5 പ്രേതമായി 5 ആൾക്കാർ വീട്ടിൽ കയറി ചെന്നു. കയറി ചെന്ന വീട്ടിൽ ആൾക്കാർ ചോദിച്ചത് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ പ്രേതാന്ന് പറഞ്ഞു. എന്തിനാ ഈ പ്രേതത്തിന് ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഈ ആന ഞങ്ങൾ കൊന്ന ആനനെ കൊല്ലാനാണെന്ന് പറഞ്ഞു. ആന ഇനിയും ബഹളം ഉണ്ടാക്കി എല്ലാരും കൊന്നു. ഇനി കൊല്ലരുത്, ഇനി കൊല്ലരുത്, ഇനി കൊല്ലരുത്. കുറച്ചുകൂടി വെറൈറ്റി ആക്ക്. ഒന്നുമില്ലേ? ആ ആനയെ കൊന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ആനയെ അതിര് കടത്താൻ ശ്രമിച്ചു. ആ ആനക്ക് ഹരിയാന എന്ന് പേരിട്ടു. ഹരിയാന. അപ്പോഴാണ് ഹരിയാനയിലെ കുറച്ച് അപ്പൊ തമിഴ്നാട്ടിലേക്ക് ഹരിയാന പോയി. ഹരിയാന പിന്നെ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് നല്ല നല്ല സൗഹൃദത്തിലായി. ആനയുടെ സ്വഭാവമൊക്കെ വളരെ മാറി. പിന്നെ പെട്ടെന്ന് ആ ആനയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയും ഇതേമാതിരി ഭ്രാന്ത് പിടിച്ചിട്ട് ഈ ജില്ലയിലൊക്കെ കറങ്ങി വന്നു. ജില്ലയിൽ കറങ്ങി വന്നപ്പോഴാണ് ആനയ്ക്ക് നല്ലൊരു പാപ്പാനെ കിട്ടിയത്. ആ പാപ്പാനെ കിട്ടിയപ്പോ ആദ്യം ഒന്ന് ഒതുങ്ങി. ആ പാപ്പാന്റെ നാട് ഇവിടെ ആയിരുന്നു, നമ്മുടെ നിലമ്പൂരായിരുന്നു പാപ്പാന്റെ വീട്. ആ പാപ്പാന് വളരെ നല്ല മനുഷ്യനായിരുന്നു. അയാള് ആ ആനനെ നല്ല പോലെ നോക്കി. ആ ആനനെ വെള്ളം കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് നല്ലോണം വളർത്തി. അപ്പോഴാണ് ആനയുടെ ഒറിജിനൽ ഉടമസ്ഥൻ വന്ന് ആ ആനയെ പാപ്പാന്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തു. അപ്പൊ ആനയുടെ സ്വഭാവം വീണ്ടും മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആനയുടെ കഥ തീരാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആനയിൽ നിന്ന് മാറ്റി പിടിച്ച് നമുക്കൊരു മനുഷ്യനിലേക്ക് കടക്കാവുന്നതാണ്. അപ്പം ഒരു ദിവസം മനുഷ്യൻ ആൾക്കാരെ കൊല്ലാനായി ഫോറസ്റ്റിലേക്ക് ഇറങ്ങി. തോക്കുമായി എല്ലാ മൃഗങ്ങളെയും അവർ കൊന്നു. ആ കൊന്നത് വളരെ തെറ്റായി പോയി. അത് അറിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ആൾക്കാർ ഈ കൊന്ന ആൾക്കാരെ പിടിക്കാൻ വന്നു. അതെ. അപ്പൊ നമ്മുടെ കാട്ടിലെ മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് നാട്ടിലുള്ള ആൾക്കാർ കാട്ടിലേക്ക് കയറരുത് എന്ന് നമ്മുടെ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ വിഷയം അറിഞ്ഞപ്പോൾ കാട്ടിലെ രാജാവ് സിംഹം അവിടെ ഒരു മീറ്റിംഗ് നടത്തി. മീറ്റിംഗ് ഫ്രണ്ട്സ്,
ഫ്രണ്ട്സ്, ഇനി ഞങ്ങള് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങള് കാടും കൊലപാതകമൊക്കെ ആയിരുന്നു, അത് ആ വഴി പോയി. ഇനി നെക്സ്റ്റ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. അപ്പം ഇതിൽ ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദിയമോളാണ് കേട്ടോ. ഒരിടത്ത് ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും നെയ്യപ്പം നിന്ന് കൊതി. ആ നെയ്യപ്പം ഉണ്ടാക്കാൻ ആളെ തപ്പി ആ അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു ദിവസം വീടും നാടും വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ കാട്ടിലെത്തിപ്പെട്ടു. കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കാട്ടുവാസി ഒരാളെ കണ്ടു. ആ ആളെ കണ്ടിട്ട് അവരോട് ചോദിച്ചു, നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയുമോന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാം. എന്നിട്ട് ആ അപ്പൂപ്പനും അമ്മൂമ്മേനെയും കൂട്ടി അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കൂട്ടി വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ആ സത്യം മനസ്സിലായത്, അയാൾക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല. നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയുന്ന ആള് ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹം വന്നപ്പോ അമ്മൂമ്മ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അമ്മൂമ്മ ഉണ്ടാക്കിയത് നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് അത് ശരിയായി. എന്നിട്ട് അമ്മൂമ്മ അത് മൊത്തം തിന്നു, അപ്പൂപ്പന് കൊടുക്കാതെ. പക്ഷെ അത് മൊത്തം നിന്നിട്ടില്ലായിരുന്നു. അതിൽ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. ആ ബാക്കിയുള്ള നെയ്യപ്പം മണ്ണിൽ കുഴിച്ചിട്ടു, അത് വളരുമെന്ന് വിചാരിച്ചിട്ട് അത് കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വളർന്നു. അപ്പൊ അത് ശരിയാണെന്ന് പക്ഷെ വലുതായത് നെയ്യപ്പമായിരുന്നില്ല, പൊട്ടൻ അപ്പൂപ്പൻ അത് അറിയണ്ടായിരുന്നില്ല. അറിയില്ലായിരുന്നതല്ല, ആ നെയ്യപ്പം തന്നെയായിരുന്നു വലുതായിരുന്നത്. അത് അപ്പുറത്തിരിക്കുന്ന പൊട്ടര അറിയണ്ടായിരുന്നില്ല. നെയ്യപ്പം വളർന്നു വലുതായി, നിറച്ച് നെയ്യപ്പം വളർന്നു. അപ്പൊ എന്നിട്ട് അവര് ആ മരത്തെ കയറിയിട്ട് നെയ്യപ്പം പറിക്കാൻ തുടങ്ങി. തിന്നപ്പോഴാണ് മനസ്സിലായത് അത് നെയ്യപ്പം അല്ലായിരുന്നു, ഉണ്ടയായിരുന്നു എന്ന്. അപ്പോൾ അവര് തുപ്പി കളഞ്ഞു. എന്നാ അങ്ങനെ അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കിയ മാവ് പൊറോട്ട മാവായിരുന്നു. പൊറോട്ട കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയ അവർക്ക് നെയ്യപ്പം കഴിച്ച് തീർക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ അവർക്ക് പൊറോട്ട ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവര് പൊറോട്ടയും ബീഫും കൂടെ കഴിക്കാൻ തുടങ്ങി. വയറ് നിറച്ച് പൊറോട്ടയും ബീഫും കഴിച്ചു. എങ്ങനെ ആർക്കും അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാതെ പോലും ഇവർ പൊറോട്ടയും ബീഫും ഉണ്ടാക്കി. ഇതിന്റെ മണം അപ്പുറത്തെ വീട്ടുകാർക്ക് വന്നു. അപ്പുറത്തെ വീട്ടുകാർ ഇവരോട് വന്ന് ചോദിച്ചു, ഇവിടെ എന്താ ഉണ്ടാക്കണേന്ന്. ഉണ്ടാക്കണെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല ഉണ്ടാക്കണേ, ഞങ്ങളൊരു ഉണ്ടയാണ് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉണ്ടയല്ല, നിങ്ങൾ പൊറോട്ടയും ബീഫുമാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. അവരുണ്ടാക്കിയ സ്ഥലം ഇവിടെ ഒന്നുമല്ല, അങ്ങ് വടക്കൻ കേരളത്തിലായിരുന്നു, അല്ല വടക്കൻ ഇന്ത്യയിലായിരുന്നു. അവിടെ ബീഫ് നിരോധിച്ചിരുന്നു. അങ്ങനെ അവിടെ ബീഫ് ഉണ്ടാക്കിയത് അറിഞ്ഞ് അവരവിടെ ഭയങ്കര ബഹളായിരുന്നു. അവർക്ക് അവിടെ ബീഫ് കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരു അക്രമം ഉണ്ടായത്. അപ്പുറത്തെ വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു പൊറോട്ടയും ബീഫും ഉണ്ടാക്കിയതിന്. പൊറോട്ടയും ബീഫ് ഉണ്ടാക്കിയത് എന്തിനാ അറസ്റ്റ് ചെയ്തേ? അപ്പോൾ 10 ദിവസം ജയിലിലിട്ടു. ജയിലിലിട്ടപ്പോൾ ഒന്നും കഴിക്കാൻ കൊടുത്തില്ല. പൊറോട്ടയും ബീഫും ഉണ്ടാക്കിയതിന് ജയിലിൽ കിടന്നവരെ ജയിലിൽ ശിക്ഷ ആയി കൊടുത്തത് ബീഫും പൊറോട്ടയും ഉണ്ടാക്കാനാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അങ്ങനെ ഫൈനൽ റൗണ്ടിലോട്ട് പോവാം. അബ്ജോമിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഒരിടത്ത് ഒരു കൂട്ടുകാരന്റെ ഇടയിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ഒരു കോഴിയായിരുന്നു. ആ കോഴിയുടെ പേരാണ് കണ്ണാപ്പി. കണ്ണാപ്പിക്ക് നാട്ടിലും വീട്ടിലും വളരെ മോശമായിട്ടുള്ള പേരായിരുന്നു. കണ്ണാപ്പിനെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കണ്ണാപ്പി ഒരു വീട്ടിൽ മോഷ്ടിക്കാനായി കയറി. ആ വീട്ടിലുള്ള ആളും ഒരു മോഷ്ടാവായിരുന്നു. അവർ രണ്ടുപേരും കൂടെ വേറൊരു വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് കയറി. ആ കണ്ണാപ്പി അവരുടെ മാലയും സ്വർണങ്ങളൊക്കെ മോഷ്ടിച്ച് കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കൊടുത്ത കള്ളന്റെ സ്വർണ്ണക്കടയായിരുന്നു ആ സ്വർണ്ണക്കട. ആ സ്വർണ്ണക്കടയിലുള്ള എല്ലാ സ്വർണവും ആൾക്കാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളായിരുന്നു. അതെല്ലാം വിറ്റ് ചെന്നപ്പോൾ ആ കൂട്ടുകാരൻ കണ്ടത് ആ കൂട്ടുകാരന്റെ അമ്മയാണ്. അപ്പൊ അമ്മ ഈ കണ്ണാപ്പിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കണ്ണാപ്പിക്ക് ആ നാട്ടിൽ നിന്നല്ല, ആ ജില്ലയിൽ നിന്നും അവിടുന്ന് ആ സംസ്ഥാനത്തു നിന്ന് തന്നെ കണ്ണാപ്പിക്ക് പെണ്ണ് കിട്ടില്ല. അങ്ങനെ കണ്ണാപ്പി വേറെ രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. അതെ, വേറെ രാജ്യത്തേക്ക് പോയി അവിടത്തെ ഒരു മദാമേനെ കെട്ടാമെന്ന് തീരുമാനിച്ചു. മദാമേനെ കെട്ടിയിട്ട് നല്ല ജീവിതത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്, കണ്ണാപ്പിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു.
അങ്ങനെ ഇംഗ്ലീഷ് അറിയാത്തൊരു നാട്ടിലേക്കാണ് കണ്ണാപ്പി എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കണ്ണാപ്പിയുടെ സ്വഭാവം ആ നാട്ടുകാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം കണ്ണാപ്പിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. അവിടുത്തെ നാട്ടുകാരുടെ കയ്യിൽ ഗോൾഡ് ഇല്ല. ഏത് നാട്ടിലായിരുന്നു കണ്ണാപ്പി പോയത്? ഗൾഫിൽ. ആ ഗൾഫ്. അടുത്ത പറ. അങ്ങനെ ഇംഗ്ലീഷ് അറിയാതെ ആ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് അവസാനം മരുഭൂമിയിലെ ഒട്ടകത്തിന്റെ കറക്കണ ജോലി കിട്ടി. അപ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. ഒട്ടകത്തിന്റെ പാല് കറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കറക്കി കിട്ടുന്ന പാല് കുടിച്ചു മടുത്ത കണ്ണാപ്പി ഒരു ദിവസം വെള്ളം കിട്ടാൻ വേണ്ടി മരുഭൂമിയിൽ കുഴി കുഴിച്ചു അവസാനം അയാൾക്ക് പെട്രോൾ ആണ് കിട്ടിയത്. അങ്ങനെ അയാൾ പെട്രോൾ വിറ്റ് കാശുകാരനായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. തിരിച്ചു വന്നപ്പോൾ അവരെ കല്യാണം കഴിക്കാൻ ഒരുപാട് പെണ്ണുങ്ങൾ വന്നു. പെണ്ണുങ്ങൾ വന്നു നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ സുന്ദരിയായ അവളെ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് മണിയറിൽ കിടക്കുന്ന കണ്ണു തുറക്കുന്ന ആ നിമിഷത്തിലാണ് മനസ്സിലായി താ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന്. അയാൾ ഗൾഫിലേക്ക് പോയിട്ടില്ല എന്നുള്ള സത്യം അയാൾ സങ്കടകരപരമായിട്ട് അയാൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ അയാൾ പഴയ പോലെ തന്നെ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. അയാളുടെ എന്താ പറയാ മോഷ്ടാവായിട്ടും അതേപോലെ തിരിച്ചു പരിഹാരനായിട്ടും അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അയാളെ മോഷണം നിർത്താനായി ആ നാട്ടിലുള്ള ഒരാൾ അയാൾക്ക് ഒരു ഭക്ഷണത്തിൽ വയറിളക്കത്തിന്റെ ഗുളിക ചേർത്തു കൊടുത്തു. അവൾ നിലമ്പൂർ മൊത്തം അങ്ങനെ ഒരു ദിവസം ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് രസം വന്ന് ഒരു നിർത്തിയിരുന്ന ട്രെയിനിലേക്ക് കയറി കാര്യം സാധിക്കാൻ നോക്കി. അപ്പോഴാണ് അണ്ടർവെയറിന്റെ വണ്ടി കടുങ്കട്ടായിരുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്നൊരു കത്തി എടുത്തിട്ട് ആ നിക്കർ കീറി അയാൾ അപ്പിട്ടു. ആദ്യത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത് ബോട്ട് പോലെയായിരുന്നു അപ്പി പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് സ്പീഡ് ബോട്ട് മാതിരിയായി. അങ്ങനെ ശബ്ദങ്ങൾ മാറിക്കൊണ്ടിരുന്നു. മാറിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം എല്ലാം പോയി സുഖമായി. അപ്പോഴേക്കും ആ ട്രെയിൻ വിട്ട് ഷൊർണൂരും കടന്ന് കോട്ടയത്ത് എത്തിയിരിക്കുന്നു. അപ്പൊ കോട്ടയത്ത് നമുക്ക് ഒത്തിരി റബ്ബർ ഉള്ളതുകൊണ്ട് അയാൾ റബ്ബർ വെട്ടി ജീവിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? റബ്ബർ വെട്ടുകാരനായി. അയാള് റബ്ബർ വെട്ടുകാരനായി. പക്ഷെ അയാൾ ഒരു മണ്ടനായത് കൊണ്ട് റബ്ബർ പാല് പശുവും പാലാണെന്ന് വിചാരിച്ചു കുടിച്ചു. അങ്ങനെ ഉടൻ മൊത്തം റബ്ബറായി. അങ്ങനെ ഒരു ദിവസം വയറിളകി ഒരു തോട്ടിന്റെ പക്കത്തിരിക്കുമ്പോഴാണ് ഈ കണ്ണാപ്പിയുടെ കത്തി വെള്ളത്തിൽ പോയത്. വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജലദേവത ഒരു ഗോൾഡ് കത്തി എടുത്തുകൊണ്ടെന്ന് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ കത്തി? എന്ത് കഴിഞ്ഞോ? ഒരു ഗോൾഡ് കത്തി എടുത്ത് അയാൾക്ക് കൊണ്ട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ കത്തി? അപ്പോൾ അയാൾ പറഞ്ഞു ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത കഥയല്ലേ, അത് എനിക്ക് മനസ്സിലായി, ഇതല്ല എന്റെ കത്തി എന്ന് പറഞ്ഞു. ഇങ്ങനെ ജലദേവത വന്നിട്ട് ഇതാണോ നിങ്ങളുടെ കത്തി? അത് എന്തേലും സിൽവറിന്റെ ആയിരുന്നു. അപ്പോ അയാൾ പറഞ്ഞു അതല്ല എന്റെ കത്തി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആദ്യം കാണിച്ച കത്തിയില്ലേ, തൽക്കാലം ആ കത്തി തന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. അതെ, അയാൾ ഒരു ആക്രാന്തക്കാരനായതുകൊണ്ട് തന്നെ അയാൾ ആ ഗോൾഡ് കത്തിയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജലദേവതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അയാളുടെ കത്തിയും ഗോൾഡ് കത്തിയും സിൽവർ കത്തിയും എല്ലാം ജലദേവത എടുത്തോണ്ട് പോയി. അയാൾക്ക് ഒരു കത്തിയും കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ കഥകൾ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഇതിൽ ഏറ്റവും നന്നായിട്ട് ആരാണോ കഥ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ. മോശം കഥ ആരുണ്ടാക്കിയെന്ന് പറയുക. അതെ,
ചിഹ്നം ഓക്കെ അല്ല അവിടെ നിന്ന് ഇങ്ങനെ കഥ ഉണ്ടാക്കി ഇങ്ങനെ വരുമ്പം എനിക്കൊരെണ്ണം കിട്ടുന്നുണ്ടാവും. അത് അമ്മ കൊളാക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കും കൊളാക്കും. അല്ല അതിന് മുന്നേ എനിക്ക് തോന്നിയത്. അങ്ങനെ ഓക്കെ, അപ്പം നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കൂട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങൾ ഇവിടെ സേഫ് ആണ്. ഞങ്ങൾ നിലമ്പൂരാണ് താമസിക്കുന്നത്, പൂക്കോട്ടുംപാടത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ വെള്ളത്തിന്റെയോ ഉരുൾപൊട്ടലിന്റെയോ ഒന്നും പ്രശ്നം നമ്മുടെ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്തില്ല. അത് കുറച്ചൊരു 10-30 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. അപ്പൊ കമന്റിൽ ഒരുപാട് കമന്റ് ഞാനിന്ന് വായിച്ചു, നിങ്ങൾ സേഫ് അല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ സേഫ് ആണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.